सुहासिनी सुहासिनी अरे बेबू बाटो ഈ മുഷിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ തെറ്റിയിരിക്കണ്ട കേട്ടാ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഈ മഹാരാഷ്ട്ര ട്രാവൽ സീരീസിലെ ലാസ്റ്റ് സ്പോട്ടായ ഹാജരി ദർഗയിലാണ്. നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് കണ്ട ശേഷം നേരെ വിട്ട് നീങ്ങണം. നമുക്ക് കിട്ടിയ സീൻ തന്നെ ഈ നിർത്താതെ പെയ്യുന്ന മഴ കാരണം നമുക്ക് നേരെ ചൊവ്വേ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മളെ ലാസ്റ്റത്തെ ഡേ ആയതുകൊണ്ട് നമ്മൾ ഈ മഴയത്ത് കൊണ്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് തന്നെ. നമുക്ക് എന്താണ് ഹാജരി ദർഗ എന്ന് പറയാം. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ വോലി എന്ന് പറഞ്ഞ തീർത്ഥാണ്. ഏകദേശം നമ്മുടെ മെയിൻ ലൈനിൽ നിന്ന് 500 മീറ്റർ വിട്ട് കടലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ കടലിലെ ദർഗ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതക്കാരും സന്ദർശിക്കാൻ വരുന്നുണ്ട്. ലൈക്ക് ഇത് നമുക്ക് ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നും. ഞങ്ങൾ ഇവിടെ വന്ന ടൈം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത മഴയും നല്ല കാറ്റും അതിനോട് കടൽ ഷോപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ ഇവിടെയുണ്ട് കുറെ കഴപ്പുള്ള പിള്ളേർ. ഞങ്ങൾ ലോങ്ങിൽ നോക്കുമ്പോൾ കണ്ട പിള്ളേരാണ്. ഞങ്ങൾക്ക് ഈ ദർഗയ്ക്ക് നടക്കുന്ന വഴി കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല പേടിയായിരുന്നു. ഈ കണ്ണ് കാണാത്ത മഴയും അതിനോടൊപ്പം കടലിൽ നിന്നടിക്കുന്ന തര കല്ലിൽ നിന്ന് അടിച്ചു വരുന്ന സൗണ്ട്. നമ്മ മുംബൈ വരുന്ന വെച്ചാൽ എന്തായാലും വന്നൊന്ന് കാണണം. കാണാനുള്ള സംഭവം ഉണ്ട്. ഞങ്ങൾ ഈ ദർഗമൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഈ വന്ന വഴിയൊക്കെ ഫുൾ വെള്ളത്തിലായിരുന്നു. ഇത്രയും മഴയായിരുന്നു. മുംബൈയുടെ റിയാലിറ്റിയാണ് ഈ കാണുന്നത്. മുംബൈ എക്സ്പ്ലോർ ചെയ്യാവുന്ന ആനസിന്റെ മുംബൈ വെള്ളത്തിൽ മുങ്ങിയ ഗായ്സ്. അങ്ങനെ ഇതോടുകൂടി തന്നെ നമ്മുടെ ഈ ചെറിയ ട്രാവൽ സീരീസ് അവസാനിക്കുന്നു. എല്ലാ യാത്രയും നമുക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ തരുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലേ. സോ അപ്പം നമുക്ക് അടുത്ത യാത്രയിൽ കാണാം. അപ്പം ഓക്കെ ട്ടാ.